നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ അത്ര സുഖമില്ല, എനിക്ക് ഇത്തിരി തൊണ്ടയൊക്കെ പ്രശ്നമായിട്ടിരിക്കുകയാണ്, കോൾഡും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ്. അതായത് ബീഫ് വെച്ചിട്ടുള്ള ഒരു ഡിഷ്, അതായത് ബീഫ് പൊടി മസാല എന്ന് അതിനെ പറയാം. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കുന്ന, അതേ സമയം നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈസ്റ്റർ സ്പെഷ്യലായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഈസ്റ്ററിന് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ബീഫ് പൊടി മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ബീഫ് പൊടി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ് കേട്ടോ. 300 ഗ്രാം ബോണില്ലാണ്ടും 200 ഗ്രാം വിത്ത് ബോണുമാണ്. ബോണോട് കൂടിയിട്ടാണ് അവരോട് കടക്കാരോട് മുറിച്ച് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് നന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ. മൊത്തം ബോണോട് കൂടിയുള്ള ബീഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബോൺലെസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ നോർമലായിട്ട് മുറിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത്രയും എങ്കിലും വലിയ പീസായിട്ട് മുറിച്ചിരിക്കുന്നത്. കുക്കിംഗ് ടൈമൊക്കെ ഓരോ ബീഫ് അനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന ചില സമയത്ത് ബീഫ് എന്ന് പറഞ്ഞാൽ 10-12 വിസിലടിച്ച് കഴിഞ്ഞാലും വേവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബീഫ് അനുസരിച്ച് കുക്കിംഗ് ടൈം നിങ്ങൾ തിട്ടപ്പെടുത്തണം കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ബീഫ് കുക്കാവാൻ എത്ര സമയം എടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ബീഫ് ആദ്യം തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കർ വെക്കാം. അതിലോട്ട് 2 മീഡിയം സവാള നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 6 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇതിൽ കാശ്മീരി മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലോട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ മസാല പുരട്ടിയിട്ട് ഇങ്ങനെ വെക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചോളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ശരിക്കും പറഞ്ഞാൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം അങ്ങ് വന്നോളൂ. എന്നാൽ പോലും റിസ്ക് എടുക്കണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുക്കർ അടയ്ക്കുക. എന്നിട്ടൊരു 4 വിസിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. എൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞത് നല്ല ടെൻഡർ ബീഫാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ 4 വിസിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബീഫ് കുക്കാവുന്നതനുസരിച്ച് എത്ര വിസിൽ വേണം അത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കുക, അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബീഫ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട, 1/2 മുതൽ 1/4 കപ്പ് വരെ മാത്രം മതി. അതിലേക്ക് 3 ഗ്രാമ്പു, 2 ഏലക്കായ, 1 പട്ട, 1 ടീസ്പൂൺ ഹോൾ കുരുമുളക്, 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഉലുവ 1/4 ടീസ്പൂൺ, ഒരു 10 ചെറിയുള്ളി വളരെ നൈസാക്കി സ്ലൈസ് ചെയ്തത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടത് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണ ഇല്ലാണ്ട് തന്നെ നമുക്കതങ്ങ് വഴറ്റി ഗോൾഡ് കളറാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. അതുപോലെ ഇത് പൊടിക്കാൻ പറ്റുന്നത് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായി പൊടിയായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അരക്കല്ല ചെയ്യേണ്ടത്, നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി ഒരിക്കലും പൊടിക്കാൻ പാടില്ല, ചൂടാറിയതിന് ശേഷം മാത്രം. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ നന്നായി ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് പൊടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അവിടെ 5 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത മിക്സിയുടെ ജാറിൽ വേണം പൊടിക്കാൻ, അല്ലെങ്കിൽ അത് ഗ്രേവി ആയി മാറും. പ്രഷർ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോന്ന്. നമുക്ക് ഒരു കഷ്ണം എടുത്തിട്ട് നോക്കാം. ഓക്കെ, സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ എനിക്ക് 5 വിസിലാണ് വേണ്ടി വന്നത് മീഡിയം ഫ്ലെയിമിലിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ബീഫ് അനുസരിച്ച് അപ്പോൾ ഇതുപോലെ കുക്കാവണം, അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൽ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കണേ. തുറന്ന് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഇതിൽ തന്നെ ഇരുന്നിട്ട് അത്യാവശ്യം വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തേങ്ങ വറുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാനില്ലേ, ആ പാൻ എടുക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന്
വരട്ടിയെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടില്ലേ, വറുത്ത് ചെയ്തതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണേ. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതാക്കി മുറിച്ചത്. അതേപോലെ തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 2 കറിവേപ്പില മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കണേ. നല്ല ഡാർക്ക് കളർ വരുന്ന വരെ അങ്ങ് വരട്ടിയെടുക്കണം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങയൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാവുന്ന വരെ വരട്ടണം. ഒരു 10-15 മിനിറ്റ് ഒക്കെ പിടിക്കും കേട്ടോ. അതിന് വേണ്ടി മാത്രമേ സമയം എടുക്കുള്ളൂ. ഈ റെസിപ്പി ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നല്ല ബീഫും നല്ലതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വായിൽ വെച്ച് അരിഞ്ഞു പോകുന്നതിന് ബീഫിന് ഇപ്പോൾ പറയത്തില്ല, നല്ല ടെൻഡർ ബീഫാണ്. ഇപ്പോൾ സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വരട്ടി അങ്ങ് എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നേരം ഇത് വരട്ടിയെടുക്കണേ. ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ രുചി നോക്കണം. ഉപ്പും എരിവും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് വേണ്ടുള്ളത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി കുറച്ചും കൂടെ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പച്ചമുളക് ഇടുമ്പോൾ പ്രത്യേക സ്വാദാണ്. സാധാരണ ഈ റെസിപ്പിയിൽ ശരിക്കും പറഞ്ഞാൽ പച്ചമുളക് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പച്ചമുളക് ഇട്ടുമെന്ന് മാത്രമേ. അപ്പോൾ നിറയെ കറിവേപ്പില ഇടുക, പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒന്നും കൂടെ നല്ല ഡ്രൈ ആവുന്ന വരെ ഇതങ്ങ് ഉലർത്തി അങ്ങ് എടുക്കുക. അപ്പോൾ ഏകദേശം 6 തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ട പരുവായത് നോക്കണേ. നല്ല ഡ്രൈ ആയിരിക്കണം. തേങ്ങയൊക്കെ ഒന്ന് വിട്ട് വരുന്നൊരവസ്ഥ. എനിക്ക് ഈ റെസിപ്പി കിട്ടിയിരിക്കുന്നത് മറിയാസ് മെനു എന്ന് പറഞ്ഞൊരു ബ്ലോഗ് ഉണ്ട്. അതിൽ മറിയയുടെ റെസിപ്പിയാണിത്. താങ്ക്സ് ടു മറിയ. നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും, അതായത് ബീഫ് കഴിക്കുന്നവരെല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ്ലി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇരുന്ന് തന്നെ കറക്റ്റ് ആ ഡ്രൈനെസ് വന്നോളും. അപ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആക്കണ്ട കേട്ടോ. ഇതൊരു കറക്റ്റ് പരുവാണേ. പച്ചമുളകും കറിവേപ്പില ഇടാൻ പിന്നെ പിശുക്കൊന്നും കാണിക്കണ്ട. ഇതാണെങ്കിൽ ഇട്ടാൽ മതി. അത്രയുള്ള പരിപാടി. ചൂടോടുകൂടി കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ചൂടാറിയതിന് ശേഷം കഴിക്കാം. അത് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഇതുപോലെ കണ്ട ഈ തേങ്ങയൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് വേണം ഓഫ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 മുതൽ 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഈസ്റ്ററിനൊക്കെ വിളമ്പും ഇത് മാത്രമായിരിക്കില്ലല്ലോ, ഒരുപാട് വിഭവങ്ങളുണ്ടാവും. അപ്പോൾ 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.